കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം ഏതാണ്? ഉത്തരം 1998. കുടുംബശ്രീയുടെ ആപ്തവാക്യം എന്താണ്? ഉത്തരം സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? ഉത്തരം കേരളം. ഗാർഹിക പീഡനങ്ങൾ അറിയിക്കാൻ തപാൽ വകുപ്പ് ഏർപ്പെടുത്തിയ പദ്ധതി ഏതാണ്? ഉത്തരം രക്ഷാദൂത്. കേരളത്തിലെ അതിഥി തൊഴിലാളികൾക്കായുള്ള ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ഉത്തരം ആവാസ്. കാസ്പ് അഥവാ KASP എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ നിരക്ക് എത്രയാണ്? ഉത്തരം 333 രൂപ. ആർദ്രം പദ്ധതി നടപ്പിലാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്? ഉത്തരം ആരോഗ്യ വകുപ്പ്. 2021 പൊതുജനാരോഗ്യ മേഖലയിൽ രാജ്യത്തെ മികച്ച മാതൃകാ പദ്ധതിയായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തത്? ഉത്തരം അക്ഷയ കേരളം. അന്തരിച്ച കവയിത്രി സുഗതകുമാരിയുടെ ഓർമ്മയ്ക്കായി കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി? ഉത്തരം നാട്ടുമാന്തോപ്പുകൾ. വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ വിദ്യാഭ്യാസ സൗകര്യം ഉറപ്പു നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം വിദ്യാകിരണം. പൊതുസുരക്ഷ, ലിംഗസമത്വം, വൈവിധ്യങ്ങളെ അംഗീകരിക്കൽ തുടങ്ങിയ സാമൂഹ്യ സൂചികകളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായത്? ഉത്തരം കേരളം. കേരള ലീഗൽ സർവീസസ് അതോറിറ്റി ആരംഭിച്ച നിയമസേവന പദ്ധതികൾ ഏതൊക്കെയാണ്? ഉത്തരം സമയം, സമന്വയ, അതിജീവനം. സംസ്ഥാനത്ത് പാലുൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ ലക്ഷ്യമിട്ട് ക്ഷീരവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ഫോക്സ് ബ്ലോക്ക്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിനുള്ള കേരള പോലീസിൻ്റെ ഓപ്പറേഷൻ ഏതാണ്? ഉത്തരം ഓപ്പറേഷൻ ഡി-ഹണ്ട്. 2025 നീതി ആയോഗിൻ്റെ ധനകാര്യ ആരോഗ്യ സൂചികയിൽ കേരളം എത്രാം സ്ഥാനത്താണ്? ഉത്തരം കേരളം 15ാം സ്ഥാനത്താണ്. കേരളത്തിലെ ആദ്യ സ്കൈ ഡൈനിങ് ആരംഭിച്ച ജില്ല ഏതാണ്? ഉത്തരം കാസർഗോഡ്. ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായി അധികാരത്തിലിരുന്നത് ആരാണ്? ഉത്തരം നായനാർ. കേരള മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിൽ ഇരുന്നവരിൽ 2ാം സ്ഥാനത്ത് എത്തിയത് ആരാണ്? ഉത്തരം പിണറായി വിജയൻ. അടുത്തിടെ കേരളത്തിൽ നിന്നും ഭൗമസൂചിക അഥവാ GI ടാഗ് പദവി ലഭിച്ച ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം കണ്ണാടിപ്പായ, തലനാടൻ ഗ്രാമ്പു. ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ. കോട്ടയം മീനച്ചിൽ താലൂക്കിലെ തലനാട് പഞ്ചായത്തിലാണ് ഗ്രാമ്പു ഏറെയും കൃഷി ചെയ്യുന്നത്. സംസ്ഥാനത്ത് പോക്സോ കേസുകൾ കൂടിവരുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാൻ കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം പ്രൊജക്റ്റ് എക്സ്. സംസ്ഥാനത്ത് സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മരുന്ന് നിർമ്മാണ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഉത്തരം കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്. കേരളത്തിൻ്റെ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഉത്തരം കാസർഗോഡ്. 2026-27 അധ്യയന വർഷം മുതൽ 1ാം ക്ലാസ് പ്രവേശനത്തിനുള്ള വയസ്സ് 6 ആക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം? ഉത്തരം കേരളം. കൊച്ചി നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത ആരാണ്? ഉത്തരം തോട്ടക്കാട് മാധവിയമ്മ. കേരളത്തിലെ ആദിവാസി ഊരുകളിൽ സർവേ നടത്തി മൺമറയാൻ സാധ്യതയുള്ള
കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാമാക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര്? ഉത്തരം ജെൻഗൾസ്. വയനാട്ടിലെ ഗോത്രവിഭാഗമായ പണിയരുടെ ഭാഷയിൽ ഗൾസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഉത്സവം എന്നാണ്. ജനങ്ങളുടെ ഉത്സവം എന്നർത്ഥം വരുന്ന ജെൻഗൾസ് എന്നാണ് പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത്. പുരാവസ്തു ഗവേഷകർ നടത്തിയ ഖനനത്തിൽ മഹാശിലാനിർമ്മിതികൾ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം? ഉത്തരം മലമ്പുഴ. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന അലുമിനിയം നിക്ഷേപം കണ്ടെത്തിയ ജില്ല? ഉത്തരം കാസർഗോഡ്. 2025 50-ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവിയും ഗാനരചയിതാവുമായ വ്യക്തിയാരാണ്? ഉത്തരം വയലാർ രാമവർമ്മ. 2026-2027 അധ്യയന വർഷം മുതൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 3 വർഷം ആക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം? ഉത്തരം കേരളം. കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കുകയും ഫാനുകളുടെയും എയർ കണ്ടീഷണറുകളുടെയും ഉപയോഗം കുറയ്ക്കുന്നതിനുമുള്ള പദ്ധതി? ഉത്തരം കുളിർമ. അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന കുടുംബശ്രീയുടെ ഇൻഷുറൻസ് പദ്ധതി? ഉത്തരം ജീവൻ ദീപം ഒരുമ. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം സാറ ജോസഫ്. ഇന്ത്യയിലെ ആദ്യ ഗ്രഫീൻ ഇന്നൊവേഷൻ സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം കളമശ്ശേരി. ഇന്നൊവേഷൻ സെൻറ്ററിൻ്റെ പേര് ക്ലീൻ റൂം. ഡെൻ്റൽ ഡോക്ടർമാരുടെ സംഘടനകളുമായി ചേർന്ന് കൗമാരക്കാരിലെ ലഹരി ഉപയോഗം കണ്ടെത്താൻ ഹയർ സെക്കൻഡറി അധികൃതർ ആരംഭിച്ച ദന്തപരിശോധന? ഉത്തരം മുക്തി. സംസ്ഥാനത്തെ ആദിവാസികളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി അമൃത ആശുപത്രി നടപ്പിലാക്കുന്ന ടെലിമെഡിസിൻ പദ്ധതി? ഉത്തരം സമാശ്വാസം പദ്ധതി. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി? ഉത്തരം പരിരക്ഷ. കടലും കടലോരവും പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിനായി ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി? ഉത്തരം ശുചിത്വ സാഗരം സുന്ദരതീരം. വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കുന്ന രാജ്യത്തെ ആദ്യ സർവകലാശാല ഏതാണ്? ഉത്തരം കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി. കേരള ഘടകത്തിൽ നിന്ന് CPM ജനറൽ സെക്രട്ടറി ആകുന്ന രണ്ടാമത്തെ നേതാവ്? ഉത്തരം MA ബേബി. ആദ്യത്തെ ജനറൽ സെക്രട്ടറി EMS ആയിരുന്നു. പ്രതിഭ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഉത്തരം ശ്രീകുമാരൻ തമ്പി. കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? ഉത്തരം കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി കുടുംബശ്രീയും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസും സംയുക്തമാക്കി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇൻസ്പയർ.